കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർത്തുല്ലസിക്കാൻ ചിൽഡ്രൻസ് പാർക്ക് കൂടാതെ ഫാമിലി ഫംഗ്ഷൻസ്, കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള AC ഹെറിറ്റേജ് ഹാളുകളും ആനമല ഹോം സ്റ്റേസ്, കാട്ടുകുളം, തിരുവല്ലോമല. കോൺടാക്ട് 08069247571. 10 ദിവസം കൊണ്ട് വിളവെടുക്കേണ്ടിയിരുന്ന പരീക്ഷണ നെൽകൃഷി കാട്ടുപന്നികൾ നശിപ്പിച്ചു. ദുരിതത്തിലായി വടക്കാഞ്ചേരിയിലെ യുവ കർഷകൻ നാസർ മങ്കര. കാട്ടുപന്നികളുടെ ശല്യം മൂലം കൃഷി അവസാനിപ്പിക്കേണ്ടി വരുമോ എന്ന ആശങ്കയിൽ കർഷകർ. നെൽകൃഷിയിൽ പരീക്ഷണം നടത്തി സംസ്ഥാനത്തിന് തന്നെ മാതൃകയായ വടക്കാഞ്ചേരിയുടെ യുവ കർഷകൻ നാസർ മങ്കരയുടെ പുതിയ നെല്ലിനം പരീക്ഷണം കാട്ടുപന്നികൾ കൂട്ടമായി എത്തി നശിപ്പിച്ചു. എങ്കക്കാട് കിഴക്ക് പടിഞ്ഞാറ് മേലേതിൽ പാടം 5-ാം ചാലിലാണ് പരീക്ഷണ നെൽകൃഷി നടത്തിയിരുന്നത്. പ്രതിരോധം കൂടുതലും അത്യുൽപാദന ശേഷിയും ചുരുങ്ങിയ കാലയളവിൽ വിളവ് തരുന്നതുമായ വൈറ്റ് ഹോട്ടറ നെല്ലിനമാണ് കഴിഞ്ഞ ദിവസം കാട്ടുപന്നികൾ കുത്തിയും ഉരുണ്ടും നശിപ്പിച്ചത്. വെസ്റ്റ് ബംഗാളിൽ നിന്നും എത്തിച്ച നെൽവിത്ത് 42 ദിവസം കൊണ്ട് കതിരി വരികയും 85 ദിവസം കൊണ്ട് കൊയ്തെടുക്കുവാൻ കഴിയുന്ന നെല്ലിനമാണ്. കതിര് വന്ന് കൊയ്തെടുക്കുവാൻ 10-12 ദിനം മാത്രം ബാക്കിയിരിക്കെയാണ് കാട്ടുപന്നികൾ കൃഷി നാമാവശേഷമാക്കിയത്. വെസ്റ്റ് ബംഗാളിൽ നിന്നും നെൽവിത്ത് കൊണ്ടുവന്നാണ് ഇത്തവണ പരീക്ഷണ നെൽകൃഷി നാസർ മങ്കര നടത്തിയിരുന്നത്. കാട്ടുപന്നികളുടെ ആക്രമണം ഉണ്ടാകാതിരിക്കുവാൻ 4 വശവും വേലികെട്ടി സംരക്ഷിച്ചിരുന്ന പാടത്താണ് കൃഷിനാശം വരുത്തിയത്. മൊത്തം 2.5 ഏക്കറോളം സ്ഥലത്ത് കൃഷിനാശം വരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ആത്മാ പദ്ധതി പ്രകാരം ലാൽ ഹോട്ര ഇനത്തിൽപ്പെട്ട നെല്ലിനം ഡെമോൺസ്ട്രേഷൻ നടത്തി സംസ്ഥാന ശ്രദ്ധ ആകർഷിച്ച കർഷകനാണ് നാസർ മങ്കര. നെൽവയൽ പൂട്ടിയ രീതിയിൽ കാട്ടുപന്നികൾ ഇറങ്ങി നശിപ്പിച്ച അവസ്ഥയാണ്. പകൽ സമയത്ത് പോലും കാട്ടുപന്നികളുടെ ശല്യം ഉണ്ടാകാറുണ്ട്. കാട്ടുപന്നികളുടെ ശല്യം മൂലം കൃഷി ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് നാസർ മങ്കര ഉൾപ്പെടെയുള്ള മേഖലയിലെ കർഷകർ. ഇവിടെ ഇന്നലെ പന്നികൾ രൂക്ഷമായി വന്ന് കൊയ്യാനിരിക്കുന്ന നെൽച്ചെടികളൊക്കെ പൂർണ്ണമായും നശിപ്പിച്ച നിലയിലാണ് ഇവിടെ കാണുന്നത്. ഒരു കർഷകന് ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന വേദനയാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാളിൽ നിന്നും പോയി വൈറ്റ് കോട്ര എന്നൊരു നെൽവിത്താണ് ഇവിടെ പരീക്ഷിച്ചത്. ആ 85 ദിവസം മതി വിതച്ചിട്ട് ഇത് കൊയ്യാൻ. 42 ദിവസമാകുമ്പോഴത്തേനും കതിര് വരികയും 85 ദിവസം കൊയ്യുകയും ചെയ്യാം. അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ വിളവും ഈ വെള്ളത്തിനോ മറ്റോ ബുദ്ധിമുട്ടില്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു കൃഷിയാണ് ഈ വൈറ്റ് കോട്ര. അതിൻ്റെ പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത സ്ഥലമാണിത്. അപ്പോൾ കതിരൊക്കെ വന്നു പൂർണ്ണമായിട്ടും 4 പുറം വല കെട്ടി സംരക്ഷിച്ച സ്ഥലമാണ്. എന്നാൽ യാതൊരു തരത്തിലും കൃഷിക്കാരന് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. നെൽവിത്ത് പൂർണ്ണമായിട്ടും നെൽച്ചെടികളൊക്കെ നശിപ്പിച്ചു. ഇത് കാണുമ്പോൾ വളരെ പ്രയാസമാണ് തോന്നുന്നത്. അത്രയും രീതിയിലാണ് ഇപ്പോൾ കൊയ്ത്ത് തുടങ്ങാൻ ഇനിയിപ്പോൾ ഒരു 10-12 ദിവസം കൊയ്യാൻ പാകമായി നിൽക്കുന്ന നെൽച്ചെടികളാണ് പന്നിക്കൂട്ടങ്ങൾ വന്ന് നശിപ്പിച്ചത്. ഒരു കർഷകനും ഒരു കൃഷിയും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ വടക്കാഞ്ചേരി മേഖലയിൽ. അകമല പ്രദേശത്ത് ആനക്കൊമ്പനാണെങ്കിൽ ഇവിടെ പന്നികളെ കൊണ്ട് കൃഷി ഒരു സാധാരണ ഒരു വീട്ടുകാർക്ക് പോലും ഒരു കിഴങ്ങ് കൃഷിയോ ഒരു കൃഷിയും ചെയ്യാൻ പറ്റുന്നില്ല. VCV ന്യൂസ്, എങ്കക്കാട്.